നമസ്കാരം. അറിവിന്റെ ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ പക്ഷിയെ കണ്ടിട്ടുണ്ടോ? പേടിപ്പിക്കുന്ന നോട്ടവും വൃത്തിയില്ലാത്ത രൂപവും 5 അടി പൊക്കവുമുള്ള ഈ പക്ഷിയെ നിങ്ങൾക്ക് അറിയുമോ? ഇത് ഗ്രേറ്റർ അഡ്ജറ്റാൻഡ് എന്നറിയപ്പെടുന്ന ഹർഗില എന്ന പക്ഷിയാണ്. ഗ്രേറ്റർ അഡ്ജസ്റ്റന്റ് സ്റ്റോർക്ക് ഇന്ത്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും കാണപ്പെടുന്ന ഒരു വലിയ പക്ഷിയാണ്. അസമിൽ ഇത് ഹർഗില എന്നറിയപ്പെടുന്നു, അതായത് അസ്ഥി വിഴുങ്ങുന്നവൻ. അതിന്റെ ചീഞ്ഞ മാംസം ഭക്ഷിക്കുന്ന ശീലങ്ങൾ കൊണ്ട് വിളിക്കുന്ന പേരാണ്. ഒരു കാലത്ത് സാധാരണമായിരുന്ന ഇതിന്റെ എണ്ണം വർഷങ്ങളായി കുറഞ്ഞു വരികയാണ്. അതിനാൽ സംരക്ഷണ ശ്രമങ്ങൾ അനിവാര്യമാണ്. സ്കെവെഞ്ചർ സ്വഭാവത്തെക്കുറിച്ച് ചരിത്രപരമായ തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നിട്ടും ഗ്രേറ്റർ അഡ്ജസ്റ്റന്റ് ശവശരീരങ്ങളും മാലിന്യങ്ങളും കഴിച്ച് പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനാൽ പാരിസ്ഥിതിക പ്രാധാന്യവും സാംസ്കാരിക പ്രാധാന്യവും അർഹിക്കുന്നു. അതുവഴി രോഗവ്യാപനം കുറയ്ക്കുന്നു. അസമിലും ബീഹാറിലും ഇത് ഏറ്റവും പ്രമുഖമായതിനാൽ ചില സമൂഹങ്ങൾ ഇതിനെ ഭാഗ്യത്തിന്റെ പ്രതീകമായി കണക്കാക്കുന്നു. ഇത് അതിന്റെ സാംസ്കാരിക പ്രാധാന്യം ശക്തിപ്പെടുത്തുന്നു. ഏറ്റവും വലിയ കൊക്കുകളിൽ ഒന്നായ ഇത് ഏകദേശം 5 അടി ഉയരത്തിൽ നിൽക്കുന്നു. 8 അടിയിൽ കൂടുതൽ ചിറകുകൾ വിരിച്ചിരിക്കുന്നു. അതിന്റെ നഗ്നമായ തലയും കഴുത്തും ഭക്ഷണം കഴിക്കുമ്പോൾ അണുബാധ തടയാൻ സഹായിക്കുന്നു. കൂടാതെ അതിന്റെ വലിയ മരച്ചീള ആകൃതിയിലുള്ള കൊക്ക് ഭക്ഷണം കീറിമുറിച്ചു കഴിക്കാൻ സഹായിക്കുന്നു. ഒരു വേറിട്ടു നിൽക്കുന്ന ചുവപ്പ് കലർന്ന ഓറഞ്ച് കഴുത്ത് സഞ്ചി അതിന്റെ ശ്രദ്ധേയമായ രൂപത്തിന് ആക്കം കൂട്ടുന്നു. തണ്ണീർത്തടങ്ങൾ, ചതുപ്പുകൾ, നദീതടങ്ങൾ എന്നിവയാണ് ഇവയുടെ ഇഷ്ട ആവാസ കേന്ദ്രങ്ങൾ. കൂടുകെട്ടുന്നതിന് ഉയരമുള്ള മരങ്ങളുടെ ലഭ്യത നിർണായകമാണ്. എന്നാൽ വർദ്ധിച്ചുവരുന്ന വനനശീകരണം ഈ അവശ്യ പ്രജനന മേഖലകൾക്ക് ഭീഷണിയാണ്. ചില ഹർഗിലകൾ മനുഷ്യവാസ സ്ഥലങ്ങളിലും തുറന്ന മാലിന്യക്കൂമ്പാരങ്ങളിൽ ഭക്ഷണം തേടിപ്പോകുന്നു. എന്നാൽ ഇത് ആ സ്ഥലത്തിന്റെ തന്നെ മലിനീകരണത്തിന് കാരണമാകുന്നു. ഹർഗില എന്ന ഗ്രേറ്റർ അഡ്ജൂട്ടന്റ് പ്രധാനമായും ഒരു സ്കെവെഞ്ചർ ആണ്. ശവാവശിഷ്ടങ്ങൾ, മാലിന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവ ഭക്ഷിക്കുന്നു. മത്സ്യം, ഉഭയജീവികൾ, ഉരികങ്ങൾ, പ്രാണികൾ, ചെറിയ സസ്തനികൾ എന്നിവയെയും ഇത് ഇരയാക്കുന്നു. ഉയരത്തിൽ പറന്നുയർന്നും അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളിലൂടെയും മാലിന്യക്കൂമ്പാരങ്ങളിലൂടെയും സാവധാനം നടന്നും ആണ് ഇത് ഭക്ഷണം തിരയുന്നത്. പലപ്പോഴും ഒറ്റയ്ക്ക് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഇവർ പ്രജനനകാലം ആരംഭിക്കുമ്പോൾ കൂടുകൂട്ടാൻ ഉറപ്പുള്ള മരങ്ങൾ തിരഞ്ഞെടുക്കുകയും ഒന്നിലധികം പക്ഷികൾ ഒരേ മരത്തിൽ കൂടുകൂട്ടി കോളനി രൂപീകരിക്കുകയും ചെയ്യുന്നു. മനുഷ്യർ ശല്യപ്പെടുത്തുന്നില്ലെങ്കിൽ വർഷം തോറും ഇതേ കൂടുകൂട്ടൽ സ്ഥലങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്നു. ഇത് ജനസംഖ്യ സ്ഥിരത നിലനിർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. കൂടുകൂട്ടുന്ന സമയത്ത് ജലസ്രോതസ്സുകൾക്ക് സമീപമുള്ള ഉയരമുള്ള മരങ്ങളിൽ ജോഡികൾ വലിയ കൂടുകൾ നിർമ്മിക്കുന്നു. കൂടുകൾ ഉറപ്പുള്ള വടികളും ചുള്ളിക്കമ്പുകളും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പെൺകൊക്കുകൾ 2-3 മുട്ടകൾ ഇടുന്നു. മാതാപിതാക്കൾ ഇരുവരും ഇൻകുബേഷൻ ചുമതലകൾ പങ്കിടുന്നു. കുഞ്ഞുങ്ങൾക്ക് പറക്കാനുള്ള കഴിവ് ലഭിക്കുന്നതിന് മുമ്പ് അവ മാസങ്ങളോളം കൂട്ടിൽ തന്നെ തുടരും. ആവാസ വ്യവസ്ഥയുടെ നാശം പ്രജനന വിജയത്തെ സാരമായി ബാധിക്കുന്നതിനാൽ കൂടുകൂട്ടുന്ന മരങ്ങൾ സംരക്ഷിക്കുന്നത് സംരക്ഷണത്തിന് നിർണായകമാണ്. ഹർഗിലകൾ വംശനാശ ഭീഷണിയിലാണ്. പ്രധാനമായും അസമിൽ ഏതാനും ആയിരങ്ങൾ മാത്രം കാണപ്പെടുന്നു. ആവാസ വ്യവസ്ഥയുടെ നാശം, ജലമലിനീകരണം, കൂടുകൂട്ടുന്ന സ്ഥലങ്ങളിലെ മനുഷ്യശല്യം എന്നിവ ഇവയുടെ നിലനിൽപ്പിന് ഭീഷണിയാണ്. മാലിന്യ ഉപഭോഗം മൂലമുണ്ടാകുന്ന ആകസ്മിക വിഷബാധ ഇവയുടെ നിലനിൽപ്പിന് കൂടുതൽ ഭീഷണിയാണ്. ആസാമിലെ സംരക്ഷണ സംഘടനകൾ, സർക്കാർ സംരംഭങ്ങൾ, പ്രാദേശിക കമ്മ്യൂണിറ്റി പരിപാടികൾ എന്നിവ ഹർഗിലകളെ സംരക്ഷിക്കുന്നതിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. കൃത്രിമ കൂടുകൂട്ടൽ പ്ലാറ്റ്ഫോമുകൾ പ്രജനന സ്ഥലങ്ങൾ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നു. അതേസമയം ബോധവൽക്കരണ കാമ്പയിനുകൾ ജീവിവർഗങ്ങളോടുള്ള ബഹുമാനം പ്രോത്സാഹിപ്പിക്കുന്നു. പൂർണിമ ബർമൻ എന്ന സാമൂഹ്യ സേവികയുടെ പ്രവർത്തന ഫലമായി ആസാമിൽ ഹർഗില ആർമി ഉണ്ടാക്കി ബോധവൽക്കരണം നടത്തുന്നു. ഗ്രേറ്റർ അഡ്ജസ്റ്റന്റ് സ്റ്റോർക്ക് എന്ന ഹർഗില ഇന്ത്യയുടെ ജൈവവൈവിധ്യത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണ്. ഇത് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. തണ്ണീർത്തട ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിലൂടെയും സംരക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെയും പ്രാദേശിക അവബോധം വളർത്തുന്നതിലൂടെയും അവയുടെ നിലനിൽപ്പിനുള്ള സാഹചര്യം ഒരുക്കാൻ കഴിയും. ഈ ശ്രദ്ധേയമായ പക്ഷിയെ സംരക്ഷിക്കുന്നത് വന്യജീവികൾക്കും പരിസ്ഥിതിക്കും ഒരു സുസ്ഥിര ഭാവി ഉറപ്പാക്കുന്നു. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പക്ഷി സ്നേഹികൾക്കും ഷെയർ ചെയ്യുമല്ലോ. നന്ദി. നമസ്കാരം.